അസ്സലാമലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നലത്തെ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് പുറത്തുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചിട്ട് എന്താ പറയുക, നമ്മുടെ കിച്ചണിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എപ്പോഴും സ്റ്റാർട്ടിങ് കിച്ചണല്ലേ. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു പച്ചപ്പൊക്കെ കണ്ടിട്ട് നമുക്കങ്ങ് തുടങ്ങാമല്ലേ, അതല്ലേ നല്ലത്. റിഹാൻക്കാണെങ്കിൽ ഇന്ന് സ്കൂളുണ്ട് കേട്ടോ, അയൻകുട്ടിക്കില്ല. അപ്പം റിഹാൻക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ട് ഞാൻ പൂരി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉരുളക്കിഴങ്ങിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വിസിലടുപ്പിച്ചിട്ട് വരണം കേട്ടോ. ഒരു 3-4 വിസിലടിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്കിവിടെ ചപ്പാത്തിക്കുള്ള പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാൻ ഗോതമ്പും ഉപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ പൂരിക്ക് കുഴച്ചെടുക്കാറ്. റവ, മൈദ ഇതൊന്നും ഞാൻ ചേർക്കാറില്ല. പലരും അങ്ങനെയൊക്കെ ചേർക്കണം ഞാൻ കണ്ടിട്ടുണ്ട്, പൊങ്ങി വരാനാണെന്ന്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഇങ്ങനെ ആക്കാനാണ് കേട്ടോ. ഒന്നും മിക്സ് ചെയ്യാണ്ട് കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാറ്. എന്ന് വിചാരിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് പൊങ്ങി വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് പൊങ്ങും ഇടയ്ക്ക് പൊങ്ങില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് എടുക്കുകയാണ്. ഇതിലോട്ടുള്ള മസാല വഴറ്റാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ ഉള്ളി തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഉള്ളിയും പച്ചമുളകൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഉള്ളിയൊക്കെ നന്നാക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ വിസിലൊക്കെ അടിച്ച് വരും. ഒരു 3-4 വിസിൽ മതിയാവും. പിന്നെ നമ്മൾ മസാല വഴറ്റുമ്പോഴത്തേക്കും അതിൻ്റെ ആവിയും പോകും. ഈസിയാണ് അല്ലേ നമുക്ക് പൂരി മസാല റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരു 3-4 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ട ഉള്ളിയൊക്കെ വഴറ്റിയിട്ടെടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഇവിടെ എണ്ണ ചൂടാക്കി കടുകും ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിതാ നമ്മുടെ വലിയുള്ളി ഒരു 4 എണ്ണം, പിന്നെ കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ ഈ ഒരു എന്താ പറയുക റെസിപ്പിക്ക് ഉള്ളി വഴറ്റൽ മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. നല്ല പോലെ വഴറ്റിയിട്ടെടുക്കണം. അതുപോലെ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെ മല്ലിയിലയുടെ ഒക്കെ സ്മെല്ല് ഈ പൂരി മസാലയ്ക്ക് നന്നായിട്ട് തന്നെ വരണം. മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ധാരാളം കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ കിഴങ്ങ് ഉടച്ച് വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ, വേവിച്ചിട്ട് ഞാൻ ഉടച്ച് വെച്ചിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ഈസി പൂരി മസാല ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് വഴറ്റുമ്പോൾ നമുക്ക് ഉലുവ, നിലക്കടല, ഉലുവല്ല ഉഴുന്ന്, നിലക്കടല, കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് സംഗതി റെഡിയായി. ഞാൻ അപ്പുറത്ത് പൂരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ പൂരിയൊന്നും പൊങ്ങി വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു പൂരിയൊക്കെ ഇങ്ങനെ ഫ്ലോപ്പാവും, ചിലത് പൊങ്ങി വരും. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ പൂരി ഉണ്ടാക്കുമ്പം ആകാറുള്ളത്. അങ്ങനെ പൂരി മസാലയൊക്കെ റെഡിയായി. റിഹാൻ അവിടെ റെഡി ആയിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അവനക്ക് സ്കൂളിൽ പോകാൻ ടൈമായി. അപ്പോൾ ഞാൻ ലഞ്ചിനും ഇത് തന്നെയാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ചൂടുള്ള പൂരിയിലോട്ട് ആവി പറക്കണ മസാലയും കൂടെ ഒരു കോഫിയോ അല്ലെങ്കിൽ ചായയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ സുട്ടുവിനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ മറന്നിരുന്നു. അപ്പോൾ ഞാൻ റിഹാൻക്ക് അവിടെ നിന്നും കൊടുത്തു, ഈ ഭാഗത്ത് സുട്ടുവിനും കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ സുട്ടുവിൻ്റെ വെള്ളം നിന്നും ചേഞ്ച് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. റിഹാൻ പിന്നെ പൂരി ആയതുകൊണ്ട് ഒരുപാട് കഴിക്കില്ല. നമുക്ക് പൊതുവേ രാവിലെ എണ്ണയുള്ള സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ റിഹാൻക്ക്. അവനക്ക് ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ മടിയാണ്, അപ്പോൾ എണ്ണയുള്ളത് ഒന്നുകൂടെ മടിയാണ്. പിന്നെ ഞാൻ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവച്ചു. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിച്ചു കേട്ടോ. കാരണം എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഈ ഡയറ്റല്ലേ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഫുഡ് നമ്മൾ ചേഞ്ച് ആക്കിയതല്ലേ, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് കേട്ടോ. എന്നാലും ഞാൻ വിടൂല എന്നുള്ള മട്ടിലാണ് ഞാൻ ഇന്ന് 3ാമത്തെ ദിവസം ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതും കംപ്ലീറ്റ്ലി ഫിനിഷായി. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഫിനിഷായിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മയും ഉപ്പയും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഞാനിതാ തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഞാൻ നല്ലോണം തടിച്ചു എന്നൊക്കെ പറയാറുണ്ട് കമൻസിൽ. അതെനിക്ക് മനസ്സിലായതുകൊണ്ടല്ലേ ഞാനിങ്ങനെ കൺട്രോൾ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ചെയ്യുന്നത്. അതുപോലെ ഒന്ന് വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് കണ്ട്. ഞാൻ വിചാരിച്ചത് ഞാൻ വൃത്തിയുള്ള ഡ്രസ്സുകൾ തന്നെയാണ് ഇടുന്നത് എന്നാണ് എൻ്റെ ഒരു തോട്ട്. പിന്നെ ചില മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്നിനോട് ഒട്ടിപ്പോകും. അത് ഞാൻ ടൈറ്റിൽ ഇടുന്നതുകൊണ്ടല്ല, ചില സമയത്ത് അങ്ങ് ഒട്ടിപ്പോകുന്നതാണ്. അല്ലാണ്ട് ഞാൻ ടൈറ്റിൽ ഡ്രസ്സ് ഇടുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ കോട്ടൻ്റെ ഡ്രസ്സുകളല്ലേ ഞാൻ യൂസ് ചെയ്യാറ്. ചിലപ്പോൾ സോഫ്റ്റ് കോട്ടൺ ആയിരിക്കും, അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അതിൻ്റെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ഒരു കമൻറ്റ് വന്നത് കേട്ടോ.
അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ സംസാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നില്ലേ. പറയുന്നവർ പറയട്ടെ, ഈ സംസാരം കേൾക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻറ്റ്സ് വന്നു കേട്ടോ. FBയിലൊക്കെ നിറയെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, ഒന്നുകൂടെ എനർജി ഫീലായി. ഇനിയും ഒത്തിരി വ്ളോഗ് ചെയ്യണം എന്നുള്ളൊരു ഇതായിട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇക്കാനോട് ഓരോ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിഷിന് ചെവി കേൾക്കുമോ, ഫിഷിന് നമ്മൾ വിളിക്കണതൊക്കെ കേൾക്കുന്നുണ്ടാവോ എന്നൊക്കെ. അപ്പോൾ ഇക്ക ഇല്ല, നീ വെറുതെയാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അയ്യോ ഞാൻ കൊഞ്ചിക്കുന്നത് വെറുതെയാണല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഞാൻ പറയുന്നത് പൊട്ടത്തരങ്ങളാണോ മണ്ടത്തരങ്ങളാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ ഞാനത് റിയലി ചോദിച്ചതാണ്, എനിക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇക്കാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. റിഹാൻ പോയിട്ടുണ്ടായിരുന്നു, അയാൻക്കൊന്നും സ്കൂളില്ല. ഇക്കയും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് പോയി. അയാൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കളിക്കും, പിന്നെ TV കാണും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഇക്ക പോയത് അവന് ഗേറ്റെല്ലാം അടച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ എന്താണ്, പിള്ളേരവിടെ കളിക്കട്ടെ അല്ലേ. അപ്പോൾ എനിക്കുള്ളിൽ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിതാ വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് വരികയാണ്. അപ്പോഴാണ് പിള്ളേരവിടെ ഭയങ്കര ഫുട്ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിക്കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ വീഴുമോ എന്നുള്ളൊരു പേടിയാണ്. ഒരു ഭാഗത്ത് ഫുട്ബോൾ കളിക്കും, കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഷട്ടിൽ കളിക്കുന്നുണ്ടാവും. ഇത്തിരി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവർ TV കാണുന്നുണ്ടാവും കേട്ടോ. എല്ലാം അവിടെ എത്തുന്നുണ്ട്. കുമ്പിടി എന്നൊക്കെ പറയില്ലേ, കുമ്പിടിയോ കുടുംബിയോ എന്തോ ഒരു സംഭവമില്ലേ നമ്മുടെ ജഗതി മറ്റേ നന്ദനത്തിലുള്ള പോലെയാണ് കേട്ടോ പിള്ളേരുടെ അവസ്ഥ. അങ്ങനെ രണ്ടുപേരും ഇരുന്നിട്ട് സിഗ്മയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവന് കണ്ടില്ലേ. ഓക്കെ, അപ്പം ഞാൻ സുട്ടുവിൻ്റെ വെള്ളം കുറച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. പാതി അല്ലെങ്കിൽ ഒരു കാൽഭാഗം വെള്ളം അതിൽ വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഞാൻ പതുക്കെ കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന. വീഡിയോയിൽ കാണുമ്പോൾ സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് പതുക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ കളി ഇച്ചിരി നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേഗം പോയി ഫ്രണ്ട് ഏരിയയൊക്കെ അടിച്ചു വാരി. ഒരുപാട് സമയമായിട്ടോ. പിന്നെ 2-3 ദിവസമായിട്ട് വലിയ കുക്കിങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സമയമാക്കുന്നത്. കുക്കിംഗ് ഉണ്ടേ പിന്നെ എനിക്ക് ഇങ്ങനെ ലാവിഷായിട്ടിരിക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടി വരും. ഞായറാഴ്ച എന്തായാലും ഹെവി കുക്കിംഗ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ റെസിപ്പിയൊക്കെ ചെയ്യാം കേട്ടോ. എന്താ ഞായറാഴ്ച ഉണ്ടാക്കുന്ന സ്പെഷ്യലുകളൊക്കെ റെസിപ്പി ആക്കിയിട്ട് നിങ്ങളുടെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. എൻ്റെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ റൂമെല്ലാം ഒന്ന് ക്ലീനാക്കി എല്ലാവിടെയും ഒന്ന് അടിച്ചു വാരി എടുത്തു. പിന്നെ കുറേ സമയം എനിക്ക് എഡിറ്റ് ഇരിക്കാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിതാ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പപ്പായ വലിച്ചിട്ട് വരുന്നത്. ഇത്രയും കാലം ഞാൻ ഇങ്ങനെ പപ്പായ വലിച്ച് ഉപ്പേരി വെച്ചിട്ടില്ല കേട്ടോ. പപ്പായ വരുന്നു, പഴുക്കുന്നു, പോകുന്നു, നമ്മളത് യൂസ് ചെയ്യാറേ ഇല്ല. ഇപ്രാവശ്യം എനിക്ക് തോന്നി കാരണം എന്താണെന്നറിയോ, നല്ല പപ്പായാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഉന്തും മുഴയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പപ്പായായിട്ട് ഉണ്ടാവാറ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ ഷേപ്പിലൊക്കെ നല്ല പപ്പായ തന്നെയായിട്ട് ഉണ്ടായിരുന്നത്. അത് കാരണം ഞാൻ അത് പപ്പായയും വേസ്റ്റ് ആക്കാണ്ട് 1-2 പപ്പായ പഴുത്തിട്ട് വേസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് നമ്മളെല്ലാം വലിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉപ്പേരി വെക്കാൻ നിന്നത്. കാരണം ചൂടോടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ ചോറ് വെക്കുകയാണ്. ഈ കുക്കറിൽ ഇത്ര ചോറ് മതിയോ നിങ്ങൾക്ക് എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. മതി കേട്ടോ, കുറച്ച് ചോറ് മതി. ഇവിടെ ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നില്ലല്ലോ, ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ ചോറൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ പിന്നെ വളരെ കുറച്ച് മതി. ഈ കുക്കറിൽ തന്നെ ഒരു 1/4 നാഴിയിട്ടാൽ നമ്മൾ ഇന്നത്തെ കാര്യം റെഡി കേട്ടോ. അപ്പോൾ പച്ച പപ്പായൊക്കെ എനിക്ക് കഴിക്കാം. അതാണ് ഞാൻ ഒരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കിയത്. ഞാൻ ഉപ്പേരി വെച്ചത് കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പം വേണ്ട, പച്ച പപ്പായ കഴിച്ചോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതൊന്നും കഴിക്കാൻ നിന്നില്ല. എന്തായാലും എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന പപ്പായ ഉപ്പേരി ഇങ്ങനെയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലോട്ട് ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട് മുറിച്ചത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ചെടുക്കണ്ട. കാരണം പപ്പായ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ വരും കേട്ടോ. ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കുക. എന്നിട്ടിങ്ങനെ അടച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്കും നല്ലപോലെ വാടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതും ഉപ്പേരിയും ഈ നല്ല മട്ടരി ചോറും ഈ ഉപ്പേരിയും അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫുഡ് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കോമ്പിനേഷൻ.
അങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞ ശേഷം ഞാൻ പോയി കുളി കഴിഞ്ഞു വന്നു കേട്ടോ. ഇനിയിപ്പോൾ പപ്പടമൊക്കെ പൊരിച്ചെടുക്കണം. അപ്പോൾ 2-3 ദിവസമായിട്ട് ഫുൾ വെജൊക്കെ തന്നെയാണ്. ഫിഷ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഫിഷ് ഇവിടെ നിന്നൊക്കെ മേടിക്കാൻ ഭയങ്കര മടി. ലുലുന്ന് ഫിഷ് കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ പോയി ഫിഷൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് വരാം. അവിടുന്ന് ഫിഷ് മേടിച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ ഒരു പ്രശ്നമില്ല, അത്രയും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാല്ല. അങ്ങനെ ഇതാ പപ്പടമൊക്കെ ഞാൻ പൊരിച്ചെടുക്കുകയാണ്. പപ്പടം നല്ല ഭൂരി പോലെ പൊള്ളി വരുന്നുണ്ട്. ഭൂരി പോലും ഇത്രയും പൊള്ളി വരില്ല എന്ന് തോന്നുന്നു കേട്ടോ, അത്രയും പൊള്ളി വരുന്നു. പിന്നെ ഇപ്പം നമ്മൾ മുട്ടയിലോട്ട് ബുൾസൈ ആക്കിയിട്ട് എടുക്കുകയാണ്. ഇവിടെ 2 സൈഡും വേവിച്ച് ബുൾസൈയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് സ്പൈസസൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ സംഗതി സെറ്റാവും. അങ്ങനെ ഞാൻ എല്ലാവർക്കും ഉള്ള ബുൾസൈയൊക്കെ റെഡിയാക്കി പിന്നെ ലഞ്ചെല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കഴിക്കാൻ നല്ല കൊതിയുണ്ട്, പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ എന്തായാലും തുടങ്ങിയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടട്ടെ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് വാട്ടർ വെയിറ്റ് കുറഞ്ഞതായിരിക്കും മേ ബി. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 73.40 ആയിരുന്നു. ഇന്ന് ഞാൻ വെയിറ്റ് നോക്കുമ്പോൾ 71.90 കേട്ടോ നമ്മുടെ വെയിറ്റ്. അപ്പോൾ മേ ബി വാട്ടർ വെയിറ്റ് ആയിരിക്കും കേട്ടോ കുറഞ്ഞിരിക്കുക. ഫാറ്റ് കുറയണമെങ്കിൽ ഇനിയും കുറച്ചുകൂടെ കഴിയണം എന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ നല്ല ഫാറ്റ് ഉണ്ട്. ട്രെയിനർ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഫാറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ റിസൾട്ടിനനുസരിച്ച് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിതാ പാത്രമൊക്കെ കഴുകിയിട്ട് എടുക്കുകയാണ്. നമ്മളെപ്പോഴും വെയിറ്റ് ലോസ് ചെയ്യുമ്പം ഒരു ഹെൽപ്പ് വേണം നമുക്ക് എന്തായാലും. കാരണം നമുക്ക് അറിയില്ലല്ലോ എന്തായിരിക്കും നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട. ഹെൽപ്പ് ഉണ്ടെങ്കിലും നമുക്കൊരു ടെൻഷൻ തന്നെയായിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര ടെൻഷൻ തന്നെയാണ് കേട്ടോ. ഇന്നലെ ആ ടെൻഷൻ കാരണമായിരിക്കും എനിക്ക് തല കറങ്ങി. ഇന്നലെ ഇതുപോലെ വോയിസ് ഓവർ കൊടുത്തപ്പോൾ എനിക്ക് നല്ല തലകറക്കം വന്നു കേട്ടോ. അപ്പം ഞാൻ കോച്ചിനെ വിളിച്ച് ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ എനിക്ക് അതിനുള്ള സൊല്യൂഷനൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് അത് സെറ്റാക്കിട്ടോ. അതേപോലെ ടെൻഷൻ കാരണം തന്നെ ആയിരിക്കും കേട്ടോ അത് സംഭവിച്ചിരിക്കുക. അങ്ങനെ ഞാനും സൂട്ടും കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോയിട്ട് പിന്നെ നമ്മൾ പുറത്ത് പോകുന്നത് 5 മണിക്കാണ് കേട്ടോ. വാതിലൊക്കെ തുറന്നു, കുറേ സമയം റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയെന്ന് വാതിലെല്ലാം തുറന്നിട്ട് ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം, എൻ്റെ സ്നാക്കൊക്കെ കഴിക്കണം. റിഹാൻ അവിടെ ഇരുന്നിട്ട് TV എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേഗം പോയി അടിച്ചു വാരിയിട്ടെടുക്കണം, കാരണം നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മയുപ്പയൊക്കെ വരുന്നേ. അപ്പോൾ എൻ്റെ സ്നാക്ക് എല്ലാവർക്കും അറിയാലോ, ഇന്നലെ തന്നെ എല്ലാവരും കണ്ടതാണ്. അതുപോലെ ജിനിത്ത എഗ് ഡയറ്റ് ആണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ഡയറ്റ് ആണെങ്കിലും അത് കറക്റ്റായിട്ട് ട്രെയിനറോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെത് ഇപ്പോൾ ഫോളോ ചെയ്യണ്ട, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൽ തരാം വിത്ത് പ്രൂഫ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി ചെയ്യുന്നതാണ്. ഇത് ഒരു പ്രൊമോഷൻ വർക്ക് അല്ല. ഇനിയിപ്പോൾ അതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം എനിക്ക് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ സ്നാക്കെല്ലാം കട്ട് ചെയ്തു. ഇനി അതെല്ലാം കഴിക്കണം. ചായ വെക്കണതിൻ്റെ ഇടയിൽ ഞാൻ അതൊക്കെ കഴിച്ചു. കാരണം നല്ല വിശപ്പുണ്ടാവും, നല്ല വെള്ളം കുടിക്കുകയല്ലേ, അതുപോലെ ഫുഡും കുറവല്ലേ, അപ്പോൾ നല്ല വിശപ്പുണ്ടാവും. നമുക്ക് ഡയറ്റ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ മൈൻഡ് കൺട്രോളാണ് കേട്ടോ. എന്താ പറയുക, മൈൻഡിന് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡയറ്റിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇല്ല, നമ്മളൊരു ജിലേബി കണ്ട, ഒരു ലഡു കണ്ട, ഒരു ചിക്കൻ പീസ് കണ്ട നമ്മുടെ എന്താ പറയുക കൺട്രോൾ പോവുകയാണെങ്കിൽ നമുക്കത് പറ്റത്തില്ല. എനിക്ക് നല്ലോണം അങ്ങനെയുണ്ട്. കൺട്രോൾ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. റിഹാനെ പ്രൊവോക്ക് ചെയ്യണ കണ്ടില്ലേ, ബിസ്ക്കറ്റ് തന്നിട്ട് കണ്ട, അവൻ ഭയങ്കര സാധനം കണ്ടില്ലേ, അവൻ ചിരിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു അവനോട്, നീ വീഡിയോയിൽ ചിരിക്കുന്നില്ല, ഒന്ന് ചിരിക്കടാന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാം ഞാൻ സിഗ്മയാണെന്ന് പറഞ്ഞു എന്ന്. ഇപ്പോൾ പിള്ളേർക്ക് വെറും സിഗ്മ 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 ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. അങ്ങനെ ഞാൻ പിള്ളേർക്കും റിഹാൻക്കും ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ചായ കൊടുത്തു. അതിനുശേഷം നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി. ഇനിയിപ്പോൾ ഒന്ന് പുറത്തിറങ്ങണം കേട്ടോ. രാവിലെ മുതൽ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലല്ലേ വീഡിയോ എടുക്കൽ, എഡിറ്റ് ചെയ്യലൊന്നും പച്ചപ്പൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു തൊടിയിലൂടെയൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നടക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ ആ പച്ചപ്പൊക്കെ ഒന്ന് ഫീൽ ചെയ്യട്ടെ. കാരണം പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോ ആണെങ്കിലും FB വീഡിയോ ആണെങ്കിലൊക്കെ കാണുന്നവർ. നമ്മുടെ ചായ മൈൻസ് കണ്ടില്ല, എത്ര ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇത് കുറേ ചെടി, ഇതൊക്കെ നിങ്ങൾ കണ്ടു തന്നെയായിരിക്കും. എന്നാലും ഒരു കണ്ണിന് കുളിർമയുള്ള കാഴ്ച അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കൊയ്യാക്ക, അമ്രൂത്, അടക്കാപ്പാട് എന്നൊക്കെ പറയുന്ന ഈ സാധനമില്ലേ, അത് കേട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തൊടിയിൽ ഒന്നും വെക്കാൻ സമ്മതിക്കാത്തത്. ഇത് വെള്ളപ്പാറ്റാന്ന് പറയും കേട്ടോ. ഒരുപാട് മരുന്നൊക്കെ നമ്മൾ അടിച്ചു നോക്കിയതാണ്, പിന്നെയും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കാരണം നമുക്ക് കൃഷി ചെയ്യാനും ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത, വെള്ളപ്പാറ്റ് പിടിക്കാത്ത ഒരേ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഈ കറിവേപ്പിലയാണ് കേട്ടോ. അത് പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തഴച്ച് വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ പപ്പായ മരം ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചുക്കട്ടിക്കായ, അതിൻ്റെ ചീരയും കായ കണ്ടില്ല, ഇതാണ് കേട്ടോ ഒറിജിനൽ. പിന്നെയും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഇതാണ് കേട്ടോ, ഇത് പിന്നെയും മുളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത സീസൺ പിന്നെ ആ കുരുവൊക്കെ വീണ് അവിടെ തനിയെ മുളച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ തൊടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിതാ വീണ്ടും അകത്തോട്ട് തന്നെ പോവുക. എനിക്ക് ദോശയ്ക്കൊക്കെ ആട്ടാൻ വേണ്ടിയിട്ട് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടണം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ദോശയ്ക്ക് തന്നെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇഡലിക്ക് ഇനി ചെയ്യണം കേട്ടോ. ഉപ്പാക്ക് ഇഡലി ഇടയ്ക്കിടയ്ക്ക് വേണം. ഇവിടുത്തെ ദേശീയ ഭക്ഷണമാണ് ഇഡലി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിതാ ദോശയ്ക്കൊക്കെ നന്നായി കഴുകി എടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ, 6 മണിക്കൂറെങ്കിലും വേണം കേട്ടോ, അതവിടെ വെള്ളത്തിലിരുന്നോട്ടെ. പിന്നെ കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു, അതിനെയൊക്കെ വേഗം മടക്കിയെടുക്കുകയാണ്. ഉമ്മ അകത്തെന്തോ ബിസിയിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയും വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നിട്ടാണ് കേട്ടോ മടക്കിയെടുത്തത്. ഉമ്മ വന്നപ്പോഴത്തേക്കും ഞാൻ ലൈറ്റെല്ലാം ഓഫാക്കി ക്യാമറ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ജിനിയുടെ അടിച്ചു വാരൽ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വന്ന കമൻറ്റാണ് കേട്ടോ, ഫുള്ള് വായിച്ചിട്ടില്ല. താങ്ക് യു. അല്ലാണ്ട് ഞാൻ എന്താ പറയുക. അപ്പോഴേക്കും പിള്ളേർ വന്നിട്ട് ഷട്ടിൽ കളിക്കാൻ തുടങ്ങിയിട്ടോ. അവർക്ക് ഒരിക്കൽ ഫുട്ബോൾ, ഒരിക്കൽ ഷട്ടിൽ. എന്താല്ലേ സുഖം, അവർക്ക് തോന്നിയതൊക്കെ ചെയ്യുക. എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് കേട്ടോ അപ്പോൾ ഓർമ്മ വന്നത്. അങ്ങനെ റിഹാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റിഹാൻ കളിക്കാറില്ലേ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. റിഹാന് പുറത്തൊന്നും പോവാറില്ല കേട്ടോ, അവന് വീട്ടിൽ തന്നെയാണ്. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. അവനക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല, അവൻ്റെ സ്കൂളിലുള്ളതൊക്കെ ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷെ അയാൾക്ക് അങ്ങനെയില്ല, നാട് മൊത്തം ഫ്രണ്ട്സാണ് കേട്ടോ. അവന് ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകും. ഇവന് പിന്നെ പണ്ടേ ഇങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ റിഹാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 10th ആയപ്പോൾ പിന്നെ അങ്ങനെ കളിക്കാനൊന്നും പോവില്ല. ഇല്ലെങ്കിൽ റിഹാനും അയാനും കൂടെ ഒരുമിച്ചിരുന്ന് കളിക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ എനിക്ക് നല്ല വിശപ്പായി. സമയം 7 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഡിന്നറാക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ റോൾഡ് ഓട്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഷെയ്ക്ക് ആക്കാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഡയറ്റിൽ ഷെയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷെയ്ക്ക് കുടിക്കാത്തത്. ലോ ഫാറ്റ് മിൽക്കിലാണ് ഞാനിപ്പം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അതുപോലെ ഹണി ഒഴിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഓട്സ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ ഓട്സ്. ഞാൻ പിന്നെ ഓട്സിൽ ഇഷ്ടപ്പെട്ട് കഴിച്ചത് സ്മൂത്തി മാത്രമായിരുന്നു. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല, കംഫർട്ടും അല്ല. പക്ഷേ ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും മനഃപൂർവ്വം എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അപ്പം ഞാനത് കുക്കാക്കിയിട്ട് ഇതിലോട്ട് ഇച്ചിരി ഹണി ഒഴിക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ബോട്ടിൽ ഫുള്ള് കാലി. പിന്നെ എങ്ങനെയൊക്കെയോ അതിന്ന് കൊട്ടി ഇച്ചിരി എടുത്ത് കിട്ടി. അത് മതിയില്ല, തൽക്കാലം അത് മതി. എനിക്ക് പിന്നെ ഓട്സിൽ പുട്ടൊക്കെ ഇഷ്ടമാണ്. പുട്ടൊന്നും കഴിക്കണ്ട പറഞ്ഞപ്പോൾ പിന്നെ നിവൃത്തിയില്ലാണ്ട് ഞാൻ ഈ ഓട്സിൻ്റെ ഇത് കഴിക്കാൻ പോവാണ്. അങ്ങനെ നല്ല ചൂടോടുകൂടി നമുക്ക് ഇത് കഴിക്കുമ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ ഞാൻ സുട്ടൂനെ ഇങ്ങനെ കളിപ്പിച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓട്സ്. അങ്ങനെ സുട്ടൂന് ഞാൻ പയർ എന്തായാലും മേടിക്കണം, ഇൻഷാല്ലാ ലുലുവിൽ പോകുമ്പോൾ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അങ്ങനെ യൂട്യൂബ് റവന്യൂയുടെ കാര്യം ജിനിക്ക് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ അതെല്ലാം നിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, ഇഷ്ടമല്ലെങ്കിൽ പറയണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടൊരു കമൻറ്റ് വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ എനിക്ക്. കാരണം നമ്മളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ ആൾക്കാർ. നമുക്കങ്ങനെ എല്ലാ മാസം സാലറി പോലെ കിട്ടുന്ന ഒരു എമൗണ്ട് ഒന്നല്ലല്ലോ. ഈ മാസം ഒന്ന്, ആ മാസം ഒന്ന്, അങ്ങനെ നമുക്ക് പറയാനും പറ്റത്തില്ല. അതുകൊണ്ടൊക്കെയാണ് അത് പുറത്ത് വിടാത്തത് കേട്ടോ. പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്ക വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സൺഡേ വ്ളോഗ് അടിപൊളി വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ FB, യൂട്യൂബ് എല്ലാം സപ്പോർട്ട് ചെയ്യുക.